ലോകവ്യാപാരത്തിന്റെ നട്ടെല്ല് എന്ന് വിളിക്കുന്ന സ്യൂയസ് കനാലും ചെങ്കടലും വീണ്ടും ആഗോള ശക്തികളുടെ പോരാട്ട ഭൂമിയാവുകയാണ്. ഏറ്റവും പുതിയ പ്രതിരോധ വാർത്തകൾ അനുസരിച്ച് ചൈന തങ്ങളുടെ 49ാമത് നേവൽ എസ്കോർട്ട് ഫ്ലീറ്റ് തന്ത്രപ്രധാനമായ ഏദൻ ഉൾക്കടലിലേക്ക് അയച്ചിരിക്കുന്നു. അതും 700-ലധികം വൻ കമാൻഡോ പടയും അത്യാധുനിക ഗൈഡഡ് മിസൈൽ ഷിപ്പുകളും ഒക്കെ ആയിട്ട്. എന്നാൽ ഇതൊരു സാധാരണ പെട്രോളിംഗ് മാത്രമാണോ? അല്ല. കാരണം ഒരു വശത്ത് ചൈന തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ നിരത്തുമ്പോൾ മറുവശത്ത് പാകിസ്ഥാൻ സൊമാലിയയുമായി ചേർന്നൊരു പുതിയ ഡിഫൻസ് പാക്ട് ഒപ്പുവെക്കാനുള്ള കടുത്ത നീക്കത്തിലാണ്. എന്താണ് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഈ പെട്ടെന്നുള്ള ഹോൺ ഓഫ് ആഫ്രിക്ക നീക്കം? ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷയെ എങ്ങനെ ബാധിക്കും? ചൈന സൊമാലിയയ്ക്ക് അടുത്തേക്ക് വാർഷിപ്സ് അയച്ചത് വെറുതെ പൈറേറ്റ്സിനെ തടയാനാണോ? പാകിസ്ഥാൻ എന്തിനാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സൊമാലിയയുമായിട്ട് ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ശക്തമാക്കുന്നത്? പിന്നെ ഇന്ത്യ ഇതിനെ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് കാണുന്നത്? പരിശോധിക്കാം. ചൈനയുടെ 49th നേവൽ എസ്കോർട്ട് ഫ്ലീറ്റ് ഓഗസ്റ്റ് 12-ന് സദേൺ ചൈനയിലെ സാനിയയിൽ നിന്ന് പുറപ്പെട്ടു. ഫ്ലീറ്റിൽ 3 പ്രധാന ഷിപ്സ് ആണുള്ളത്. ഒന്ന് കുൻമിങ് ടൈപ്പ് 052D ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ, 2 യുയാങ് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ്, 3 ലുമാഹു കോംപ്രിഹെൻസീവ് സപ്ലൈ ഷിപ്പ്. ഇതിനൊപ്പം 700ഓളം നാവിക സേനാംഗങ്ങളും ഡസൻ കണക്കിന് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡോകളും ഒപ്പം 2 നേവൽ ഹെലികോപ്റ്ററുകളും. ചൈനയുടെ 48ാമത് ഫ്ലീറ്റിന് പകരമാണ് ഈ പുതിയ 49ാമത്തെ ഫ്ലീറ്റ് ദൗത്യം ഏറ്റെടുക്കുന്നത്. സ്യൂയസ് കനാലിലേക്ക് കടക്കുന്ന തന്ത്രപ്രധാനമായ പാത സംരക്ഷിക്കുക എന്നതാണ് ഔദ്യോഗിക വിശദീകരണം. ഇതോടൊപ്പം തന്നെ ഒരു വലിയ അപ്ഡേറ്റ് നടക്കുന്നുണ്ട്. ഏദൻ ഉൾക്കടലിലും പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും കടൽ കൊള്ളക്കാരുടെ ആക്രമണങ്ങൾ വീണ്ടും വർദ്ധിച്ചു വരികയാണ്. ഇതിനെ ചെറുക്കാൻ ജിബൂട്ടി കോഡ് ഓഫ് കണ്ടക്ട് ഒപ്പുവച്ച ആഫ്രിക്കൻ രാജ്യങ്ങൾ ചേർന്ന് ഒരു കമ്പൈൻഡ് DCOC ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ ധാരണയായിട്ടുണ്ട്. 2008 മുതൽ ചൈന ഈ മേഖലയിൽ പാട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങൾ സ്വന്തമായി സുരക്ഷ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത് മേഖലയിൽ പുതിയ തരം പവർ ഇക്വേഷനുകൾ സൃഷ്ടിക്കുകയാണ്. ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം വരുന്നത്. ചൈനീസ് നീക്കങ്ങൾക്ക് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫും സൊമാലിയൻ പ്രതിരോധ മന്ത്രി അഹമ്മദ് മൊയാലും ഫിഖിയും ചേർന്ന് സൈനിക കരാറിൽ ഒപ്പുവെച്ചു. എന്താണ് ഈ പാക്റ്റിലുള്ളത് എന്ന് നോക്കാം. സൊമാലിയൻ സൈന്യത്തിന് ട്രെയിനിങ് നൽകുക, മിലിറ്ററി എക്സ്പെർട്ടൈസ് പങ്കുവയ്ക്കുക, കൗണ്ടർ ടെററിസം ടാക്ടിക്സ് നൽകുക, ആകാശപ്പോരിന് JF-17 തണ്ട്. റിപ്പോർട്ടുകൾ അനുസരിച്ച് സൊമാലിയയ്ക്ക് പാകിസ്ഥാന്റെ JF-17 ബ്ലോക്ക് 3 യുദ്ധവിമാനങ്ങൾ വിൽക്കാനും ധാരണയാകുന്നുണ്ട്. ഇത് നടന്നാൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ സൊമാലിയയുടെ ഏറ്റവും വലിയ പ്രതിരോധ വാങ്ങലായിട്ട് ഇത് മാറും. ജിബൂട്ടിയിൽ ചൈനയ്ക്ക് നിലവിൽ തന്നെ മിലിറ്ററി ബേസ് ഉണ്ട്. ഇനി പാകിസ്ഥാൻ കൂടി സൊമാലിയൻ തീരത്ത് പിടിമുറുക്കുകയാണെങ്കിൽ ചൈന പാകിസ്ഥാൻ അച്ചുതണ്ടിന് ചെങ്കടലിന്റെ കവാടത്തിൽ സമ്പൂർണ്ണ ആധിപത്യം ലഭിക്കും. അടുത്തത്, എന്തുകൊണ്ടാണ് ഈ ഒരു പ്രദേശം ഇത്രത്തോളം പ്രധാനമാണ് എന്ന് നോക്കണം. ലോക വ്യാപാരത്തിന്റെ 12% കടന്നു പോകുന്നത് ബാബൽ മന്ദബ് കടലിടുക്ക് വഴിയാണ്. ചൈന തങ്ങളുടെ വ്യാപാര ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന വ്യാജേനെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും സ്ഥിരമായ സൈനിക സാന്നിധ്യം ഉറപ്പിക്കുകയാണ്. പാകിസ്ഥാന്റെ ഈ ആഫ്രിക്കൻ ഡിപ്ലോമസി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ ഫസ്റ്റ് റെസ്പോണ്ടർ മാരിടൈം സെക്യൂരിറ്റി പദവിക്ക് വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. കടൽ കൊള്ളക്കാരെ പേടിച്ചു തുടങ്ങിയ ഈ നേവൽ മിഷനുകൾ ഇന്ന് ആഗോള സൂപ്പർ പവറുകളുടെ ഒരു വലിയ ചെസ് ഗെയിമായിട്ട് മാറിയിരിക്കുകയാണ്. ചൈനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകളും പാകിസ്ഥാന്റെ പുതിയ സൊമാലിയൻ മിലിറ്ററി സൗഹൃദവും ചെങ്കടലിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും പവർ ബാലൻസ് പൂർണ്ണമായിട്ട് മാറ്റി എഴുതുമോ? അമേരിക്കയും ഇന്ത്യയും ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും? കണ്ടു തന്നെ അറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.